ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ സിനിമാ രംഗത്തേക്കുള്ള പ്രവേശനം അത്ര സുഗമമായിരുന്നില്ല. 1966 പുറത്തിറങ്ങിയ ശ്രീ മെർലാൻ സുബ്രഹ്മണ്യത്തിൻ്റെ കാട്ടുമല്ലികയായിരുന്നു ആദ്യ ചിത്രം. അതിൽ സംഗീത സംവിധാനം നിർവഹിച്ചത് ശ്രീ ബാബുരാജായിരുന്നു. പിന്നീട് ചില വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ടുപേരും ഒരുമിക്കുന്നത് മിടുമിടുക്കി എന്ന ചിത്രത്തിലൂടെ. അതിലെ മനോഹരമായ ഗാനങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല, പ്രത്യേകിച്ചും അകലേകല നീലാകാശം എന്ന ഗാനം. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന അകലേകല നീലാകാശം എന്ന ഗാനത്തിൻ്റെ ട്യൂണല്ലായിരുന്നു ആദ്യം ശ്രീ ബാബുരാജ് ഇട്ടത്, വേറെ ട്യൂണായിരുന്നു. ഇത് തമ്പി സാറിന് അത്ര സുഖിച്ചില്ല. സാറിന് അത് പറയാനും വയ്യ, കാരണം ഇത്രയും സീനിയറായ ഒരു മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത് എങ്ങനെ പറയും നിങ്ങളിട്ട ട്യൂൺ അത്ര സുഖമായിട്ടില്ല എന്ന്. അങ്ങനെ ബാബുരാജിനെ അന്ന് അസിസ്റ്റ് ചെയ്തിരുന്ന പ്രശസ്തനായ ശ്രീ ആർ കെ ശേഖറിൻ്റെ അടുത്ത്, അതായത് നമ്മുടെ ഇന്നത്തെ AR റഹ്മാൻ്റെ അച്ഛനായ ശ്രീ ആർ കെ ശേഖറിൻ്റെ അടുത്ത് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന് ബാബുക്കെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇതൊന്ന് ട്യൂൺ ഇത് അത്ര സുഖമായിട്ടില്ല. പക്ഷേ ആർ കെ ശേഖർ ഇത് ബാബുരാജിൻ്റെ അടുത്ത് അവതരിപ്പിക്കുകയും അദ്ദേഹം വളരെ മഹാമനസ്കതയോടുകൂടി ആ ട്യൂൺ മാറ്റുകയും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ചാരുകേശി രാഗത്തിലുള്ള അകലെ അകലെ നീലാകാശം എന്ന മനോഹരമായ ഗാനം നമ്മൾക്ക് ലഭിക്കുകയാണ് ഉണ്ടായത്. അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം, അകലെ പാടിവരും നദിയും കുളിരും പാരിജാത മലരും മണവും, പാടിവരും നദിയും കുളിരും പാരിജാത മലരും മണവും, അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം. സുന്ദര നിർവൃതിയായി നീ നിൽക്കുകയാണെന്നാത്മാവിൽ, നിത്യസുന്ദര നിർവൃതിയായി നീ നിൽക്കുകയാണെന്നാത്മാവിൽ,